കേരള രാഷ്ട്രീയത്തിന്റെ അടിത്തറ ഇളക്കുന്ന പ്രവചനങ്ങളുമായി പീപ്പിൾസ് ഇൻസൈറ്റ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ സംസ്ഥാനം ഒരു വലിയ രാഷ്ട്രീയ യുഗത്തിലേക്ക് ചുവട് വെക്കുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയും കേരളത്തിലെ 3 മുന്നണികളെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ് പീപ്പിൾസ് ഇൻസൈറ്റ് പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ. LDF സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം UDFനെ അധികാരത്തിലെത്തിക്കുമെന്നും എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി BJP കേരള നിയമസഭയിൽ ഒരു നിർണായകമായ ശക്തിയായി മാറുമെന്നുമാണ് ഈ പ്രവചനം. കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിന് ശേഷം ജനവിധി തേടിയ LDFന് 58 മുതൽ 68 സീറ്റുകൾ വരെ മാത്രമേ ലഭിക്കൂ എന്നാണ് സർവേ പറയുന്നത്. 66 മുതൽ 76 സീറ്റുകൾ വരെ നേടി UDF നേരിയ ഭൂരിപക്ഷത്തിന് അധികാരം പിടിച്ചെടുക്കുമെന്നാണ് പ്രവചനം. പല സിറ്റിംഗ് സീറ്റുകളിലും LDF നേരിടുന്ന തിരിച്ചടിക്ക് കാരണം ശക്തമായ ഭരണവിരുദ്ധ വികാരമാണെന്ന് പീപ്പിൾസ് ഇൻസൈറ്റ് ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യേകിച്ച് അമ്പലപ്പുഴ, ആറന്മുള തുടങ്ങിയ മണ്ഡലങ്ങൾ LDFൽ നിന്നും UDF പിടിച്ചെടുക്കുമെന്ന സൂചനകൾ മുന്നണികളെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്. ഈ എക്സിറ്റ് പോളിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വശം BJPയുടെ വിജയസാധ്യതയാണ്. മറ്റ് എക്സിറ്റ് പോളുകളെല്ലാം BJPക്ക് 0 മുതൽ 3 സീറ്റുകൾ വരെ നൽകുമ്പോൾ പീപ്പിൾസ് ഇൻസൈറ്റ് 14 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമായാൽ കേരളത്തിലെ ഇരുമുന്നണി രാഷ്ട്രീയത്തിന് അതൊരു അന്ത്യകൂദാശയായി മാറും. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട, തിരുവനന്തപുരം സെൻട്രൽ എന്നീ 4 മണ്ഡലങ്ങളിലും BJP വിജയം ഉറപ്പിക്കുന്നു. കഴക്കൂട്ടത്തെയും വട്ടിയൂർക്കാവിലെയും വോട്ട് വിഹിതത്തിലുണ്ടായ കുതിച്ചുചാട്ടം ഇതിന് അടിവരയിടുന്നു. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിൽ BJP 37.12% വോട്ട് നേടി 1ാം സ്ഥാനത്തെത്തുമെന്ന പ്രവചനം രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിക്കുന്നതാണ്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തും കാസർഗോഡ് മണ്ഡലത്തിലും BJP വിജയം തൊട്ടരികിൽ എത്തി നിൽക്കുകയാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ UDFും BJPയും തമ്മിലുള്ള വ്യത്യാസം വെറും 0.62% മാത്രമാണ്. കോഴിക്കോട് സൗത്തിൽ BJP 2ാം സ്ഥാനത്ത് എത്തുമെന്നും LDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും സർവേ പറയുന്നു. മലബാറിലെ ഈ വോട്ട് വിഹിതത്തിലെ മാറ്റം ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകളിൽ വിള്ളൽ ഉണ്ടാക്കുന്നതാണ്. പാലക്കാട് മണ്ഡലത്തിൽ UDFും BJPയും തമ്മിൽ നടക്കുന്നത് ജീവൻ മരണ പോരാട്ടമാണ്. കേവലം 0.5% വ്യത്യാസമാണ് ഇവർ തമ്മിലുള്ളത്. ഒറ്റപ്പാലം, ഷൊർണൂർ, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ BJP 26% മുകളിൽ വോട്ട് നേടുന്നത് ഇരു മുന്നണികളുടെയും ഭൂരിപക്ഷത്തെ സാരമായി ബാധിക്കും. ഹരിപ്പാട് പോലുള്ള UDF മണ്ഡലങ്ങളിലും BJP 23.94% വോട്ട് വിഹിതം സ്വന്തമാക്കുന്നുണ്ട്. പല മണ്ഡലങ്ങളിലും വോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം വളരെ നേരിയതാണ്. പേരാമ്പ്രയിൽ UDFും LDFും തമ്മിലുള്ള വ്യത്യാസം വെറും 0.13%. ഇത്തരം മണ്ഡലങ്ങളിൽ BJP പിടിക്കുന്ന ഓരോ വോട്ടും കേരളത്തിനെ ഭരണവിധി തീരുമാനിക്കും. ബേപ്പൂർ പോലുള്ള മണ്ഡലങ്ങളിൽ LDF ആധിപത്യം തുടരുമെങ്കിലും അവിടെയും NDA 16%-ലധികം വോട്ട് പിടിക്കുന്നത് ശ്രദ്ധേയമാണ്. മറ്റ് പ്രമുഖ ഏജൻസികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഫലം പീപ്പിൾസ് ഇൻസൈറ്റ് പുറത്തുവിടുമ്പോൾ അതിനവർ നൽകുന്ന വിശദീകരണം താഴെത്തട്ടിലെ വോട്ടിംഗ് രീതിയിൽ വന്ന നിശബ്ദമായ മാറ്റമാണ്. ഹിന്ദു വോട്ടുകൾക്കൊപ്പം ഒരു വിഭാഗം ക്രിസ്ത്യൻ വോട്ടുകളും ഇത്തവണ BJPയിലേക്ക് മാറിയതാണ് NDAയുടെ സീറ്റ് വർധനവിന് കാരണമായതായി സർവേ ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാനത്താകെ BJPയുടെ വോട്ട് വിഹിതം 20% കടക്കുമെന്നും ഇത് ഭാവിയിലെ രാഷ്ട്രീയഗതി മാറ്റുമെന്നും സർവേ വിലയിരുത്തുന്നു. മെയ് 4-ന് ബാലറ്റുകൾ തുറക്കുമ്പോൾ പീപ്പിൾസ് ഇൻസൈറ്റ് പ്രവചിച്ചതുപോലെ ഒരു അട്ടിമറി സംഭവിച്ചാൽ അത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാകും. BJP 14 സീറ്റുകൾ നേടിയാൽ നിയമസഭയിൽ അവർക്ക് കിങ് മേക്കർ പദവി ലഭിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. UDF നേരിയ ഭൂരിപക്ഷത്തിൽ ഭരണത്തിലെത്തുമെന്ന പ്രവചനം കോൺഗ്രസ് ക്യാമ്പുകളിൽ ഉണർവ് നൽകുന്നുണ്ടെങ്കിലും BJPയുടെ വളർച്ച അവരെയും ആശങ്കപ്പെടുത്തുന്നു. എന്തായാലും മെയ് 4-ന് കേരളം ഒരു പുതിയ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുമോ അതോ പഴയ പ്രവചനങ്ങൾ തന്നെ ആവർത്തിക്കുമോ എന്ന് നമുക്കറിയാം.